നമുക്കൊന്ന് ഡൽഹി വരെ പോയാലോ? ഞങ്ങൾ എക്കണോമിക് കോച്ചിലാണ് യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്ത് 3 ദിവസം അടിപൊളിയായിരുന്നു, കൂടെ മഴയും. ആഹാ. ഞങ്ങൾ ആഗ്ര സ്റ്റേഷനിൽ ഇറങ്ങി മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ വെച്ചൊരു പുള്ളിക്കാരനെ പരിചയപ്പെട്ടു. അയാളാണ് നമ്മളിന്ന് ഫുള്ള് കറക്കാൻ കൊണ്ടുപോകുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടർ കീഴിൽ വരുന്നതാണ് ഇവരുടെ സർവീസ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. സത്യം പറയാലോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇന്ന് സാധിക്കാൻ പോകുന്നത്. നമ്മൾ ടാക്സിയിലാണ് ഇനി മുന്നോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ പോകുന്നത് കേട്ടോ. സ്റ്റേഷൻ്റെ വെളിയിലിറങ്ങിയത് ഫുൾ ഓട്ടോക്കാരായിരുന്നു. ചേട്ടാ ഓട്ടം വേണം, ഓട്ടം വേണം, ഹിന്ദിയിലും മലയാളത്തിലും. ഓ, നമ്മൾ കേട്ട് കേട്ട് ഒരു വഴിയാകും. നോക്കൂ ഗൈസ്, നമ്മുടെ ഫ്ലാഗ്. ആ അന്തസ്. ഗൈസ്, നമ്മൾ ആ കാണുന്ന ഇന്നോവയിലാണ് പോകാൻ പോകുന്നത്. ഈ ചേട്ടനാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഡ്രൈവർ. സോ നമുക്ക് പോവാം. ഗൈസ്, നമ്മളപ്പോൾ ആദ്യമേ താജ്മഹലിലോട്ടാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഉദ്ദേശം ഈ താജ്മഹൽ കാണുക എന്നതല്ല കേട്ടോ. അതും ഈ കൂടെ അങ്ങ് നടന്നു പോകുന്നതന്നെ ഉള്ളൂ. കാര്യം എന്താണെന്ന് പിന്നെ പറയാം. ഈ ഡ്രൈവർ ചേട്ടനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിവിടെ ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ പോകുന്ന വഴിയും എത്ര സമയം എടുക്കും എന്നൊക്കെ ഉള്ളതാണ് ഈ ചോദിക്കുന്നത് കേട്ടോ. ഈ കാണുന്ന സ്റ്റാച്ചുവും ഇതോ അതിലേ വരുന്ന കുതിരവണ്ടിയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. അതിൽ കയറണമെന്നൊക്കെ ഒരാഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിച്ചായിരുന്നു. എന്തു ചെയ്യാൻ, നടക്കില്ലല്ലോ. ഞങ്ങൾ വീണ്ടും മുന്നോട്ട് യാത്രയായി. അങ്ങനെ ഗൈസ്, നമ്മൾ താജ്മഹലിൻ്റെ മെട്രോ സ്റ്റേഷൻ ഫ്രണ്ടിലെത്തിയിരിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ നമ്മുടെ താജ്മഹലിലോട്ടുള്ള എൻട്രിയും. അങ്ങനെ ഗൈസ്, നമ്മൾ മെയിൻ എൻട്രി വാതിലിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ഒരു 500 മീറ്റർ നടന്നു പോയാൽ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസിലോട്ട് എത്തുമെന്നാണ് ഇവർ പറയുന്നത്. സോ ലെറ്റ്സ് ഗോ. ഇതാണ് ഗൈസ് എൻ്റെ ഹസ്ബൻഡ്. ആളിത്തിരി ഗൗരവക്കാരനാണ്, മൈൻഡാക്കണ്ട, പാവം കേട്ടോ. താജ്മഹൽ എന്ന് കേൾക്കുമ്പോൾ എന്തോ ഈ കാണുന്ന ക്യൂ കണ്ടോ, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലെന്ന് തോന്നിപ്പോകും. അത്രയ്ക്ക് എക്സൈറ്റഡ് ആയോണ്ടാ. ഗൈസ്, ഇവിടെ ഭയങ്കര തിരക്കാണ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ അറിയാം. ഇവിടെ ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ചെക്കിംഗ് സിസ്റ്റം ആണ് ഗൈസ്. അപ്പം നമ്മൾ ഗേൾസിന് മാത്രമായിട്ട് അങ്ങോട്ട് നമ്മൾ കയറുകയാണ്. സോ ഇതിലെ കൂടെ വേണം ഇറങ്ങി നമുക്ക് അപ്പുറത്തോട്ട് കിടക്കാൻ. അതാണ് ഗൈസ് ബോയ്സിൻ്റെ സെക്ഷൻ. ഗൈസ്, നല്ല ചെക്കിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഗൈസ്, നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം പോവാനായിട്ട്. യെസ് ഗൈസ്, വാവ്. ഗൈസ് നോക്കൂ ഗൈസ്, താജ്മഹലിന് മുന്നിലുള്ള കോട്ട കണ്ടപ്പോഴേ ഇത്ര എക്സൈറ്റഡ് ആണ്. ഉള്ളിൽ കയറുമ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ. വാ, എന്തായാലും നമുക്ക് നോക്കി നോക്കാം. എത്രമാത്രം ഭംഗിയല്ലേ ഇതൊക്കെ കാണാൻ. ഓ, നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവും. ഇനി അകത്തും കൂടെ കണ്ട എന്തായിരിക്കും അവസ്ഥ. ആ ചെറിയ വിടവിലൂടെ നമുക്ക് താജ്മഹലിൻ്റെ കുറച്ച് പോർഷൻ കാണാം. പക്ഷെ ഇങ്ങനെ കാണുന്നതല്ല. അകത്ത് കയറുമ്പോൾ നമുക്ക് ഫുള്ളായിട്ടൊരു വൈറ്റിഷ് ആയിട്ടാണ് കാണുന്നത്. പുറത്തോട്ട് കുറച്ചുകൂടെ ഇറങ്ങി കഴിയുമ്പോഴാണ് ഫുൾ വ്യൂ നമുക്ക് കിട്ടുന്നത്. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. എന്നിരുന്നാലും ഇതിനകത്ത് പണികളൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറച്ച് നേരം അതൊക്കെ അങ്ങ് നോക്കി നിന്ന് പോയേ. ഇതോ ഞാൻ പറഞ്ഞ ആ വെളിച്ചം വന്നു. ഫോണിൻ്റെ ക്യാമറയും പിടിച്ച് നിൽക്കുകയാണ് ഇവരെല്ലാവരും. നമുക്ക് പയ്യെ മെല്ലെ മെല്ലെ വെളിയിലോട്ട് ഇറങ്ങാം. ഇതോ നോക്കിക്കേ.
എന്ത് രസമാണല്ലേ ഇത് കാണാൻ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒരു തവണയിലും വന്ന് കാണേണ്ട സ്ഥലം തന്നെയാട്ടോ. ഭയങ്കര മഴയാണ്, അപ്പോൾ നമ്മളിവിടെ മാറി നിൽക്കുകയാണ്. സോ ഞങ്ങൾ ഇത്രയും പേരാണ് ഗൈസ് വന്നത്. ഗൈസ് നല്ല മഴയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ താജ്മഹലിൻ്റെ ഉള്ളിലോട്ട് പോകാനായിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ജീവിതത്തിൽ ഇത് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്തിരിക്കണം ഗൈസ്. സെറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ സെറ്റ് സ്ഥലം. നമുക്ക് ഉള്ളിലോട്ട് കയറുമ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. ഇതാണ് ഗൈസ് താജ്മഹലിൻ്റെ സൈഡ് വശം. നമ്മൾ ഇതിലെയാണ് പോകുന്നത്. നമ്മളിവിടെ ക്യൂവിൽ നിൽക്കുക. ഇതാണ് താജ്മഹലിൻ്റെ സൈഡ് വശം. അപ്പം നമ്മൾ ക്യൂവിലാണ്. നമ്മളങ്ങനെ ടിക്കറ്റ് എല്ലാം കാണിച്ച് പുറത്തോട്ട് ഇറങ്ങി. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മളെ ജീവിതത്തിൽ ഒരിക്കൽ കാണപ്പെടേണ്ട മാർബിൾ ഗ്രാനൈറ്റ് വെട്ടിക്കുന്നത്. ഗൈസ് ഇത് ഫുള്ള് മാർബിളാണ് ഗൈസ്. ഇങ്ങനത്തെ സാധനം കാലിട്ടുകൊണ്ട് മാത്രമേ ഇങ്ങോട്ട് കയറാൻ പറ്റൂ ഗൈസ്. എല്ലാവരുടെയും കല്ലുണ്ട് നോക്കൂ. ഓരോ പടവുകൾ ചവിട്ടി കയറുമ്പോഴും ഞാൻ എന്തോ ഭയങ്കര പ്രൗഡായിട്ടാട്ടോ ഫീൽ ചെയ്യുന്നത്. കാരണം അതുപോലൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഉള്ളിലോട്ട് കയറുകയാണ് ഗൈസ്. പക്ഷേ അവിടെ 2 പോലീസുകാർ നിൽപ്പുണ്ട്. സോ ഫോൺ നമുക്ക് അലൗഡല്ല. അതുകൊണ്ട് അകത്തെ ഇതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. പുറത്തോട്ട് ഇറങ്ങുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഗൈസ് നമുക്ക് ഇതിനുള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡല്ല. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ നമ്മളപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഗൈസ് എന്ത് രസമാണ് നോക്കിയ ഗൈസ്. വാവ് ഗൈസ് ഇവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇതോ ഈ കാണുന്ന നദി കേട്ടോ, യമുനാ നദി. എന്ത് രസമല്ലേ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന കാണാൻ. നമുക്ക് തിരിച്ചിറങ്ങാവേ. നമ്മൾ തിരിച്ചിറങ്ങി നമ്മൾ കയറി വന്ന വഴി തന്നെയാണ് തിരിച്ചിറങ്ങുന്നത്. ഇതാണ് ഗൈസ് മോസ്ക്. എല്ലാം നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഗൈസ് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ടാണ് പോകാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് ക്യാമറ അലൗഡ് ആണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പോയി നോക്കാം. മാക്സിമം നിങ്ങളുമായിട്ട് ഞാൻ ഫുള്ള് ഷെയർ ആക്കുന്നതാണ്. പക്ഷേ എത്രത്തോളം നമുക്കതിന് കഴിയുമെന്നറിയില്ല. ലെറ്റ്സ് സീ. ഗൈസ് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എം ടി. ബട്ട് ആ വർക്കൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അവിടെ നമ്മുടെ താജ്മഹലാണ് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത്. എന്ത് രസമാണ്. വാവ് ഗൈസ് നമ്മളിനി ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വിശേഷമായി നമുക്ക് വീണ്ടും കാണാം.